लंबे अरसे से परिचित रहा हूं। सार्वजनिक जीवन में साथ साथ काम करने का अवसर भी मिला है। लेकिन प्रधानमंत्री के रूप में जब मुझे यहाँ दायित्व मिला और जब मैंने आपको अलग अलग जिम्मेवारियां में काम करते देखा तो मेरे मन पर अतिशय सकारात्मक भाव जगना बहुत स्वाभाविक था। क्वायर बोर्ड के चेयरमैन के रूप में हिस्टोरिकली हाईएस्ट प्रॉफिट वाली इंस्टीट्यूशन में कन्वर्ट करना, यानी आपका किसी संस्था के प्रति समर्पण हो तो कितना विकास किया जा सकता है और कैसे दुनिया में उसकी एक पहचान बनाई जा सकती है, वो आपने करके दिखाया। രാധാകൃഷ്ണൻ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ സമ്മേളനമാണ് ഇത്. അവിടെയാണ് SIR ചർച്ച ചെയ്യണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിലാണ് ബഹളത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. സഭയിൽ മര്യാദ പാലിച്ച് മുന്നോട്ട് പോകണമെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സഭയിൽ മുദ്രാവാക്യം വിളിക്കരുതെന്ന് സ്പീക്കർ ഓം ബിർളയും പറയുന്നത് കേട്ടു. ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, ഇന്ന് സ്വാഭാവികമായും ഈ സമ്മേളനത്തിൽ ഈ സെഷനിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിരുന്നു. അത് ആദ്യ ദിവസം തന്നെ തുടങ്ങുകയാണ്. തീർച്ചയായും ആദ്യ ദിവസം തന്നെ സഭ പ്രക്ഷുബ്ധമായ ഉള്ള നടപടികളിലൂടെയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ ലോക്സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഈ SIR വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ വലിയ തോതിലുള്ള ബഹളം വെക്കുകയാണ് ഉണ്ടായത്. കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയിലെയും അംഗങ്ങളായിരുന്നു ഈ ബഹളം വെക്കലിന് നേതൃത്വം നൽകിയിരുന്നത്. തുടർന്ന് സ്പീക്കർ അവരോട് സഭയ്ക്കുള്ളിൽ മുദ്രാവാക്യം വിളിക്കരുതെന്ന് ആവശ്യപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത്. ചോദ്യോത്തര വേളയുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ സ്പീക്കർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അംഗങ്ങൾ അവരുടെ ഇരിപ്പിടങ്ങളിൽ തന്നെ എണീറ്റ് നിന്ന് അവിടെ ശക്തമായ ബഹളം വെക്കുകയാണ്. ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.